ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ, അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. സ്നാക്സ് എന്ന് മാത്രമല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് അതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ നോർമൽ വാട്ടർ ഒഴിച്ച് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ ഒന്ന് കുഴച്ചെടുക്കില്ലേ, അതേ പരുവത്തിൽ നമുക്കതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് വരണം. അത് നമ്മൾ വിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ തുരുതുരാന്ന് വരെയും വേണം കേട്ടോ. ആ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നോർമൽ ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലെ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല തുരുതുരാന്നുള്ള ഗോതമ്പ് പൊടി നമുക്ക് കിട്ടും കേട്ടോ. പുട്ട് തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ നല്ല കട്ടകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാൻ പറ്റും. അതൊരു ടിപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണേ. അപ്പം ഞാൻ പൊടി തയ്യാറാക്കിയ നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കരയും ഒരു 1/4 കപ്പ് തേങ്ങ തിരകിയതും അതിനോടൊപ്പം തന്നെ ഒരു ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ബൗളും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഇനി നെയ്യ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അപ്പം സ്നാക്സ് റെസിപ്പിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഒരു സ്വീറ്റ് റെസിപ്പിയൊക്കെ ആകുമ്പോൾ നെയ്യ് ചേർക്കുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയും ഗോതമ്പും കൊണ്ടുള്ള ആ പൊടി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഒന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാമേ. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്ക് നമുക്കിതങ്ങ് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കങ്ങ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ചെറുതായിട്ടൊക്കെ ഒരു പൊടിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കണ്ട. അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് പാത്രത്തിൽ നിന്ന് ഇളകി വരും. അപ്പം നമ്മൾ അടിയിൽ നല്ലോണം അങ്ങ് നെയ്യ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റെഡി ആയതിനു ശേഷം നമുക്കിനി ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ഒരു 7 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. മാറ്റി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്ത് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പൊടിയെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി എന്ന് പറയുന്നത്. ഒരു സ്വീറ്റ് പുട്ട് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയതാണെന്ന് എന്തായാലും ഇത് കഴിച്ച ഒരാൾ പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങയും ശർക്കരയൊക്കെ നമ്മൾ ചേർത്താണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.